ഭാര്യയുടെ വാൽവിന് തകരാറുണ്ടെന്നറിഞ്ഞ നിരാശയിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരുന്നു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ശ്രീകുമാർ. ഭാര്യ ബിന്ദുവിന്റെ ശസ്ത്രക്രിയയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടിവരുമെന്ന ഘട്ടത്തിൽ ശ്രീകുമാറിന് തുണയായത് മലയാളത്തിന്റെ മഹാനടൻ സാക്ഷാൽ മമ്മൂട്ടിയും. നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് നടത്തുന്ന ഹൃദ്യം പദ്ധതിയിൽ ബിന്ദുവിനെ ഉൾപ്പെടുത്തുകയും 7 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു നൽകുകയും ചെയ്തു. ഒരു വലിയൊരു നടൻ, നമ്മുടെ സുഹൃത്താണ്, സംഗതിയാണ്, ഞങ്ങൾ പണ്ടൊക്കെ സിനിമയ്ക്കൊക്കെ ഒരുമിച്ച് പോയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരു വലിയൊരു നടൻ സാമ്പത്തികമായി നല്ല സുസ്ഥിരത ഉണ്ടായിട്ട് സഹായിക്കാനൊരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഇത് ഇന്ന ആൾക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തു, ഇന്ന ആൾക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തു എന്ന് ഒരു പരസ്യപ്പെടുത്താൻ നിൽക്കാതെ അത് സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ മമ്മൂട്ടി പറയില്ല, അയാളുടെ സ്വഭാവ രീതിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഞാനെങ്കിലും അത് പറയണ്ടേ, നാട്ടുകാർ അറിയണ്ടേന്ന് പറഞ്ഞാലും അത് കൊടുത്ത സഹായത്തിന് വലത് കൈ ചെയ്ത സഹായം ഇടത് കൈ അറിയണ്ടെന്നുള്ള ആ തിയറി വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അറിയണ്ട എന്ന് തന്നെയാണ് വേദവാക്യങ്ങളൊക്കെ പറയണതൊക്കെ. പക്ഷേ ഞാനെങ്കിലും ഇത് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു സഹായം ചെയ്ത ഒരാൾ ഇതുപോലൊരു മഹാമനസ്കനാണ് എന്നുള്ളത് പരസ്യം ആഗ്രഹിക്കാത്ത ഒരു സാധാരണഗതിയിൽ വ്യത്യസ്തമായി പരസ്യമായി ആഗ്രഹിക്കാത്ത ഒരാളെന്ന നിലയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അവർ വളരെ സുഖമായി, ബിന്ദു എന്നുള്ളവർ അവർ സുഖമായി ജീവിക്കുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അവർക്ക് എന്നെ വിളിക്കാനും ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് വളരെ നിസ്വമായ അല്ലെങ്കിൽ വളരെ നിവൃത്തികേടുള്ള കുടുംബത്തിലാണ്. അവരുടെ നന്ദിപൂർവമായ വാക്കുകളൊക്കെ ഞാൻ പറയാം, എന്നോട് പറയേണ്ട കാര്യം ഒരു നന്ദി എന്നോട് പറയണ്ട പ്രത്യേകിച്ച്. കാരണം അതിൻ്റെ ആൾ ഞാനിങ്ങനെ ഒരു ഇടയ്ക്ക് നിന്ന് സംസാരിച്ച് സഹായിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 2 കാര്യമാണ് നന്ദി പറയേണ്ടത്. 1 മമ്മൂട്ടിയോടും, 2 ദൈവത്തോടും. അതാണ് പറയേണ്ടത്. അത് നിങ്ങൾ പറഞ്ഞ് സുഖമായി ജീവിക്കുന്നതിൽ സന്തോഷം. അത് ഞാനങ്ങ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ പല ആൾക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയും കാര്യങ്ങളൊക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതിനേക്കാളേറെ സന്തോഷം. കാരണം ആളുകളുടെ ഒരു മനസ്സ് അങ്ങനെ ഉണ്ട്. ഒരു ദാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ദാനം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സ്വഭാവവിശേഷമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് മമ്മൂട്ടിക്കുണ്ട് എന്നുള്ളത് ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു സഹായി എന്ന നിലയിലും ഒരു മഹാനടൻ എന്ന നിലയിലും നാട്ടുകാർ അറിയട്ടെ എന്ന് കണക്കാക്കി തന്നെയാണ് ഞാൻ എഴുതിയത്. മമ്മൂട്ടി എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുവരെ ഇതിന് ശേഷം വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടില്ല. ഇനി അയാളത് പരിഭവിക്കുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ലാത്ത രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന അവസ്ഥയിൽ നിന്നും പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് ശ്രീകുമാറിനെ തേടി മറ്റൊരു ദുരിതം എത്തുന്നത്. ശ്വാസമുട്ട, കിതപ്പ് എന്നിവയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഭാര്യ ബിന്ദു അഡ്മിറ്റായി. അവിടെ നടത്തിയ പരിശോധനയിൽ ഹൃദയത്തിലെ വാൽവിൽ ചോർച്ചയും ചുരുക്കവും കണ്ടെത്തി. ബിന്ദുവിന് നേരത്തെ വന്ന രക്തവാതത്തിന്റെ അനന്തരഫലമായിട്ടാണ് വാൽവിന് തകരാർ വന്നതെന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം. ഹൃദയത്തിന്റെ ഇടതുഭാഗത്തെ മുകളിലെയും താഴത്തെയും അറകൾക്കിടയിലുള്ള മൈട്രൽ വാൽവിനായിരുന്നു തകരാർ. വാൽവ് മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ചികിത്സയ്ക്കും വാൽവ് മാറ്റിവെക്കുന്നതിനും വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുമെന്ന് ആശുപത്രി അധികൃതർ ശ്രീകുമാറിനെ അറിയിച്ചു. സ്ട്രോക്കിന് ശേഷം പെയിന്റിംഗ് ജോലിയിൽ തുടരാൻ കഴിയാത്തതിനാൽ മകന്റെ വരുമാനത്തിലായിരുന്നു ശ്രീകുമാറിന്റെ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അതിനാൽ തന്നെ സർജറിക്ക് വലിയ തുക കണ്ടെത്തുക എന്നത് ശ്രീകുമാറിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുമായിരുന്നു. മുമ്പ് പെയിന്റിംഗ് ജോലിക്കായി പോയപ്പോൾ പരിചയപ്പെട്ട തിരുവനന്തപുരം വലിയവിള സ്വദേശി അഡ്വക്കേറ്റ് അനിൽ വി നാഗേന്ദ്രനുമായി ശ്രീകുമാർ തന്റെ ദുരിതം പങ്കുവച്ചു. ബിന്ദുവിന്റെ രോഗത്തെക്കുറിച്ചും ശ്രീകുമാറിന്റെ കുടുംബ സാഹചര്യവും അഡ്വക്കേറ്റ് അനിൽ വഴി മുൻമന്ത്രി ജോസ് തെറ്റേലിന്റെ പക്കലെത്തിയതാണ് വഴിത്തിരിവായത്. എറണാകുളം ലോ കോളേജിൽ പഠനകാലത്ത് തന്റെ ജൂനിയർ കൂടിയായിരുന്ന നടൻ മമ്മൂട്ടി ജോസ് തെറ്റേൽ ഈ വിവരം ഫോണിൽ അറിയിച്ചു. വിഷയത്തിൽ ഇടപെട്ട നടൻ മമ്മൂട്ടി ഹൃദ്യം പദ്ധതിയിൽ ബിന്ദുവിനെ ഉൾപ്പെടുത്തി എത്രയും വേഗം സർജറിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകി. എൻ്റെ പേര് ശ്രീകുമാർ. ഇത് എൻ്റെ ഭാര്യ ബിന്ദു. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്തു നിന്ന് വരികയാണ്. എൻ്റെ ഭാര്യയുടെ ഹൃദയ സംബന്ധമായ അസുഖം കാരണം കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണിക്കുകയും അവിടെ വെച്ച് ഹൃദയത്തിൻ്റെ വാൽവുകൾ തകരാറിലാവുകയും മാറ്റുകയും വേണമെന്നുള്ള അഭിപ്രായമായിരുന്നു. സാമ്പത്തികമായി എന്നെക്കൊണ്ട് അപ്പോൾ സാധിക്കാത്ത കാരണം മെഡിക്കൽ കോളേജിലുള്ള ഓപ്പറേഷൻ നടക്കാതെ വരികയും അങ്ങനെ ജോലി സംബന്ധമായി വലിയവിളയുള്ള ഒരു അഡ്വക്കേറ്റ് അനിൽ വി നാഗേന്ദ്രൻ സാറിനെ കാണുകയും അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം ജോസ് തെറ്റേൽ സാറിനെ പരിചയപ്പെടുകയും അവിടെ അദ്ദേഹം മുഖാന്തരം ശ്രീ മമ്മൂട്ടിയുടെ ഹൃദയം പദ്ധതിയിൽ ഈ എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും അങ്ങനെ രാജഗിരി ആശുപത്രി ആലുവയിലുള്ള ഡോക്ടർ ശിവക് നായർ സാറിനെ കാണുകയും അങ്ങനെ എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ വളരെ കൃത്യമായി നടക്കുകയും അതും കഴിഞ്ഞ് അവിടുത്തെ ICUവിൽ അഡ്മിറ്റ് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും മറ്റുള്ള ഡോക്ടേഴ്സും വളരെ നല്ല രീതിയിൽ എന്നോടും എൻ്റെ ഭാര്യയോടും സഹകരിക്കുകയും
അത് കഴിഞ്ഞ് വാർഡിൽ റൂമിൽ വരികയും അവിടെയും വളരെ നല്ല രീതിയിലുള്ള സഹകരണം എല്ലാ സ്റ്റാഫിൽ നിന്നുണ്ടാവുകയും ഡോക്ടർമാരുടെ പ്രത്യേകിച്ച് ഹൃദയം പദ്ധതിയുടെ ഭാഗമായി എൻ്റെ ഭാര്യയ്ക്കുള്ള ഓപ്പറേഷൻ സൗജന്യമായി ചെയ്യുവാൻ സാധിച്ചതിനാൽ ഇതിന് എനിക്ക് ഈ ആശുപത്രിയോടും ശ്രീ മമ്മൂട്ടി സാറിനോടും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.